ഓക്കെ, അപ്പോൾ നമ്മളെ മോഷൻ തന്നെ പ്ലെയിനിൽ ഇപ്പോൾ എന്താണ് ആകെ ഒരു 2 ക്വസ്റ്റ്യൻസേ ബാക്കിയില്ല. അതും കൂടി ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഈ ഒരു ചാപ്റ്ററിന് ശരിയുണ്ട്, ഈ ഒരു ചാപ്റ്ററിന് അങ്ങ് അവസാനിപ്പിക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. എയർക്രാഫ്റ്റ്, ഞാനിവിടെ ന്യൂമറിക്കൽസാണ് കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത്, കാരണം നിങ്ങളെ കുഴപ്പിക്കുന്നത് ഇങ്ങനത്തെ പാഠങ്ങളിൽ നിന്ന് കുഴപ്പിക്കുന്ന ന്യൂമറിക്കൽസാണ്. എയർക്രാഫ്റ്റ് എന്തോ ഒരു വിമാനം പറന്നു പോകുന്നുണ്ട്. എത്ര ഹൈറ്റിൽ? 3400 മീറ്റർ എബവ് സീ ലെവൽ ഫ്രോം ദ ഗ്രൗണ്ട്. ഇഫ് ദ ആംഗിൾ സബ്റ്റൻഡ് അറ്റ് ദ ഗ്രൗണ്ട് ഒബ്സർവേഷൻ പോയിന്റ് ബൈ എയർക്രാഫ്റ്റ് പൊസിഷൻസ് 10 seconds apart is 30 ഡിഗ്രി. എത്ര ആംഗിൾ? 30 ഡിഗ്രി ആണ്. എന്നിട്ട് വാട്ട് ഇസ് ദ സ്പീഡ് ഓഫ് എയർക്രാഫ്റ്റ്? ഹൈറ്റും ആംഗിളും വെച്ചിട്ട് നമ്മൾ എന്താ കണ്ടുപിടിക്കണം? ഈ പറയുന്ന ഇതിൻ്റെ സ്പീഡ് കണ്ടുപിടിക്കണം. നമുക്ക് നോക്കാം. ലെറ്റ് എ ബി ദ പൊസിഷൻ ഓഫ് ദ എയർക്രാഫ്റ്റ് അറ്റ് ടൈം ടി ഈക്വൽ 0 ആൻഡ് ടൈം ഈക്വൽ ടി സെക്കൻഡ്. അല്ല സോറി, എന്ന് എന്താണ് പൊസിഷൻ എയിൽ ടൈം ടി ഈക്വൽ 0 ആണ്. അപ്പോൾ അതിൻ്റെ പൊസിഷൻ എ. ടൈം ടി ഈക്വൽ എന്താണ് 10 സെക്കൻഡിൽ പൊസിഷൻ ബിയിലെത്തി. ആംഗിൾ എ ഒ ബി ഇത് എത്ര വന്നിട്ടുണ്ട്? 30 ഡിഗ്രി. ആൻഡ് ദ ഹൈറ്റ് ഫ്രം ദ ഗ്രൗണ്ട് എച്ച് ഇസ് ഈക്വൽ ടു 3400 മീറ്റർ. ഇൻ ദ റൈറ്റ് ട്രയാങ്കിൾ ഒ എ ബി അല്ലെങ്കിൽ എ ഒ ബി എന്നെല്ലാം പറയൂ. നമുക്ക് നോക്കി ഇതാണ് ആക്ച്വലി റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. അതായത് ഇത് എവിടെയായിരുന്നു നമ്മൾ ഏതില്ലത്? ഹെലികോപ്റ്റർ ഇല്ലത്, ഹെലികോപ്റ്റർ എന്ന് പറയുന്നത് നമ്മൾ എയർപ്ലെയിൻ ഇല്ലത്. അത് എന്ത് ചെയ്ത് ഇവിടുത്തെ വരെ എത്തി. അപ്പോൾ ഇത് നോക്കുന്ന ആൾ ഞാൻ ഇരുന്നുണ്ട് സൂര്യകിരൺ സി സി ഇവിടുന്ന് ഇങ്ങനെ നോക്കുക. ഒരു 30 ഡിഗ്രി ആംഗിൾ നോക്കുന്ന സമയത്ത് ഇതിനൊരു ബി എന്ന് പറയുന്ന പൊസിഷനിലാണ് കാണുന്നത്. എത്ര സെക്കൻഡ്സിനുള്ളിൽ? 10 സെക്കൻഡ്സിൻ്റെ ഉള്ളിൽ. 10 സെക്കൻഡ്സിൽ അപ്പോൾ ഇവിടുന്ന് മുതൽ എ ടു ബിയിൽ ഇയാൾ എത്തി. അതായത് എന്താ പറയുക, ഞാനിപ്പോൾ ഗ്രൗണ്ടിലാണ് നിൽക്കുന്നത്. ഗ്രൗണ്ടിൽ നിന്ന് അയാൾ വരെയുള്ള ഡിസ്റ്റൻസ് 3000, അതായത് 3.4 കിലോമീറ്റേഴ്സ് എബവിലാണ് നിൽക്കുന്ന അയാൾ. അപ്പോൾ നമ്മൾ ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? എയർക്രാഫ്റ്റ് ഇത്ര സ്പീഡിൽ പോയെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഇത് ആക്ച്വലി നമ്മൾ SLCയിൽ പഠിക്കുന്ന ഒരു നമ്മൾ ഇതുണ്ടല്ലോ, മറ്റേ നമ്മളെ ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസസ് എന്ന് പറയുന്നൊരു ചാപ്റ്റർ പഠിക്കാനുണ്ട്. 10th-ലാണോ 8th-ലാണോ നമുക്ക് ഓർമ്മയില്ല, 9th-ലായിട്ട് തോന്നുന്നു അല്ലേ. നമ്മൾ എന്താ ചെയ്യുന്നത്? ഇങ്ങനെ ഒരു ആംഗിളിൽ തന്നിട്ട് ലാസ്റ്റ് ഇത് നമ്മൾ മറ്റൊരു ട്രിഗ്നോമെട്രിക് റേഷ്യോ എടുക്കും. ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ഇപ്പോൾ എന്താ ഓപ്പോസിറ്റ് ഡിവൈഡഡ് ബൈ അഡ്ജസെൻറ്റ്. അപ്പോൾ എ ബി ഡിവൈഡഡ് ബൈ ഒ എ, ഈ ഡിസ്റ്റൻസ്. അപ്പോൾ എ ബി ആണല്ലോ കണ്ടുപിടിക്കണം. ആദ്യം നമുക്ക് അതായത് ഈ പറഞ്ഞ ഇത് എത്ര ഡിസ്റ്റൻസ് അല്ല, ഇത്ര സ്പീഡ് പോകുന്നുണ്ടെങ്കിൽ കണ്ടുപിടിക്കില്ല. ആദ്യം ഈ പറയുന്ന എത്ര ഡിസ്റ്റൻസ് ഇവിടെ കവർ ചെയ്തിട്ട് നോക്കണം. അപ്പോൾ അത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ട്രിഗ്നോമെട്രി ഉപയോഗിക്കുക. ഇവിടെയൊക്കെയാണ് ട്രിഗ്നോമെട്രി ആക്ച്വലി നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത്. ടാൻ 30 ഈക്വൽ എ ബി ഡിവൈഡഡ് ബൈ ഒ എ. നമ്മളെന്തുകൊണ്ട് ടാൻ എടുത്തത്? കാരണം നമുക്ക് അറിയുന്ന, അതായത് ഇത് അഡ്ജസെൻ്റ് അല്ലേ, അല്ല ഇത് അഡ്ജസെൻറ്റും ഇത് ഓപ്പോസിറ്റ്. അപ്പോൾ അഡ്ജസെൻ്റ് ഓപ്പോസിറ്റ് വെച്ചിട്ടില്ല നമുക്ക് ഏറ്റവും ബെസ്റ്റ് റേഷ്യോ എടുക്കാൻ പറ്റുന്ന ടാൻ ആയതുകൊണ്ട് നമ്മൾ ടാൻ എടുത്തത്. അല്ലാണ്ട് സൈനും കോസനൊക്കെ എടുക്കാൻ അറിയായിട്ടല്ല. പക്ഷേ നമ്മളെന്താ സൗകര്യത്തിന് വേണ്ടിയിട്ട് എന്താണ് ഇത് വാല്യൂസ് എല്ലാം നമ്മൾ എന്താണ് ഓപ്പോസിറ്റ് ബൈ അഡ്ജസെൻ്റ് ഇല്ലോണ്ട് നമ്മൾ ടാൻ എടുത്ത് എ ബി ബൈ ഒ എ. അപ്പോൾ എ ബി കണ്ടുപിടിക്കണം. എ ബി സിക്കൽ ഇത് ഇങ്ങോട്ടേക്ക് പറഞ്ഞേക്കാം ഒ എ ഇൻറ്റു ടാൻ 30. അപ്പോൾ 3400 എന്ന് പറയുന്ന ഹൈറ്റ് ഇൻറ്റു എന്താ ടാൻ 30 നമുക്കറിയാം 1/√3 ആണ്. ഇതെന്താണ് മറ്റേ പ്ലസ് ട്രിഗ്നോമെട്രി നന്നായിട്ട് പഠിക്കാൻ അല്ല എന്താ പറയുക പഠിച്ചിരിക്കണം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടിക്കൽ. അപ്പോൾ എന്താണ് ഈ √3 എന്ന് പറയുന്നത് 1.723 മീറ്റർ. അപ്പോൾ ഇത്ര മീറ്ററാണ് ഉള്ളത്. അപ്പോൾ എന്തായാലും ഇതിനെക്കാട്ടും കുറച്ച് ചെറുതായിരിക്കും, കാരണം ഇത് ഓൾമോസ്റ്റ് ഒരു 2ൻ്റെ അടുത്തല്ല. അപ്പോൾ ഇതിന് നേരെ ഒരു ഓൾമോസ്റ്റ് ഒരു പകുതി വരും. ഇതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് നമ്മളൊരു എക്സംഷൻ എടുക്കുക. എക്സംഷൻ അല്ല, ഞാനൊരു അപ്രോക്സിമേറ്റ് എടുക്കുക. ഒരു 2 ഞാനിത് എടുത്തു. അപ്പോൾ എന്താ 1.7 ഒരു 2 ആയിട്ട് അപ്രോക്സിമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ എത്ര വരും? ഇതിപ്പോൾ 1 2 14 ഇപ്പോൾ 7 ഒരു 1700 മീറ്ററിൻ്റെ അടുത്ത് അപ്രോക്സിമേറ്റ്ലി വരേണ്ടതാണ്. അല്ല 1000 എന്നാണ് ആക്ച്വലി. ഇത് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല, തൽക്കാലത്തേക്ക് ഞാൻ പറഞ്ഞു. ഇതിൻ്റെ നേരെ പകുതി ആയിരിക്കും വരിക. അപ്പോൾ ഇനി സ്പീഡ് ഓഫ് ദി എയർക്രാഫ്റ്റ് കണ്ടുപിടിക്കാമല്ലോ. ടൈം തന്നിട്ടുണ്ട്, ഡിസ്റ്റൻസ് നമ്മളിപ്പം കണ്ടുപിടിച്ച്. അപ്പോൾ എന്താ സ്പീഡ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഈസ് ഈക്വൽ ടു എന്താണ് ഡിസ്റ്റൻസ് അല്ല എക്സ് ഡിവൈഡഡ് ബൈ ടി. അപ്പോൾ എന്താ ഈ പറഞ്ഞ 3400 ഡിവൈഡ് ബൈ 1.732 ഡിവൈഡഡ് ബൈ എന്താ ടൈം എത്രയാണ് 10. അപ്പോൾ 10/1. ഇതപ്പോൾ നേരെ തിരിഞ്ഞിട്ട് റെസിപ്രോക്കൽ മൾട്ടിപ്ലിക്കേഷൻ വരും. അപ്പോൾ എന്താ 1/10 ആയിട്ട് 10/1 1/10 ആയിട്ട് മൾട്ടിപ്ലൈ ആവും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുക? ഇതിന് ഇവിടെ ഒരു എന്താണ് 0 കട്ടി. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് എന്താ 196.30 മീറ്റർ പെർ സെക്കൻഡ് അറിയില്ല. ഇതല്ലേ ഇനി കാൽക്കുലേഷൻ എന്താ നമ്മളെ കാൽക്കുലേറ്റർ എടുക്കുക ചെയ്യുക. അപ്പോൾ ഇത്രയായിരിക്കും ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്യുക. അപ്പോൾ നമ്മൾ ട്രിഗ്നോമെട്രിക് റേഷ്യോ വെച്ചിട്ട് ഈ പറഞ്ഞ ക്വസ്റ്റിന് ആക്ച്വലി കാണുന്നത്ര എളുപ്പമല്ല. നമുക്ക് ആക്ച്വലി ട്രിഗ്നോമെട്രി അതായത് ഇത് വെച്ചിട്ട് ആ ഒരു നമ്മളുടെ വിഷ്വലൈസേഷൻ വരണം മുഖത്ത്. എ ടു ബി ഒരാൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ബിയിലേക്ക് നോക്കുമ്പോൾ 30 ഡിഗ്രി ആംഗിൾ നോക്കുന്നത്. അപ്പോൾ ഇയാളെ തലേൻ്റെ മുകളിൽ നോക്കുന്ന ഇത്രയും ഡിസ്റ്റൻസ് 3400 മീറ്ററാണ്. ആ സാധനം വിഷ്വലൈസേഷൻ കത്തുന്നുണ്ടെങ്കിൽ ഫിസിക്സിൽ ഇങ്ങനത്തെ പ്രോബ്ലങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഞാൻ വെറുതെ ഇങ്ങനെ ഡിസ്കസ് ചെയ്ത കാര്യമില്ല. ആ എക്സാം ഹോളിൽ നിങ്ങൾക്ക് സാധനം കത്തണം. അതാണ് അതിനെ പറ്റി ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇനി എന്ത് ചെയ്യുക, ഞാൻ ആക്ച്വലി നിങ്ങൾക്ക് വേണ്ടി സെലക്ട് ചെയ്ത വളരെ ഈ പാടത്ത് തന്നെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വെരി ഡേഞ്ചറസ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഡേഞ്ചറസ് എന്തോ മറ്റേ നേരം സ്കള്ളിനുള്ള ചിഹ്നോട് പേടിയെന്ന് നമുക്കതിൽ നോക്കി നോക്കാം.
എ ഹിൽ ഇസ് 500 മീറ്റർ ഹൈ. ഒരു കുന്നുണ്ട്, കുന്ന് എത്രയോ ഒരു 500 ഇത്ര ഇത്, അതായത് ഗ്രൗണ്ടിൽ നിന്ന് ഡിസ്റ്റൻസ് നോക്കുമ്പോൾ 500 മീറ്റർ ഉണ്ട്. സപ്ലൈസ് ആർ ടു ബി സെൻഡ് അക്രോസ് ദ ഹിൽ യൂസിങ് എ ക്യാനൺ ദാറ്റ് ക്യാൻ ഹേൾ പാക്കറ്റ്സ് അറ്റ് സ്പീഡ് 125 മീറ്റർ പെർ സെക്കൻഡ് ഓവർ ദ ഹിൽ. ഇവിടെ ഞാൻ അപ്പോൾ എനിക്ക് ഏറ്റവും ചെറുപ്പത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം പീരങ്കി എന്ന് പറയുന്നത്. പീരങ്കിയിൽ എന്താ ഇവിടെ ഒരു ഇതെന്താ ഒരു തിരി പോലത്തെ സാധനം ഉണ്ടോ, ഇതിങ്ങനെ റൗണ്ട് പോലത്തെ സാധനം തിരി നമ്മൾ കത്തിച്ച് കഴിഞ്ഞാൽ ബൂം ഒരു പറക്കലാണ് സാധനം. എൻ്റെ മോനെ അതൊന്ന് വരുന്ന ഒരു ഉണ്ട കാണാൻ പാടില്ല. എന്നിട്ട് ആ ഉണ്ട ആക്ച്വലി ബോംബാണ്. ഈ ബോംബ് എവിടെയെങ്കിലും തട്ടിക്കഴിഞ്ഞാൽ ബൂം ബ്ലാസ്റ്റ് ആയി പോകും. എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു പീരങ്കി. ഐ ലൈക്ക് ദ കാനൺസ്. അപ്പോൾ എന്താ ഇത് 125 മീറ്റർ പെർ സെക്കൻഡിൽ 125 മീറ്റർ പെർ സെക്കൻഡാണ് ഇതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സപ്ലൈസ്, അപ്പോൾ ഈ ആർമിക്കാർക്കെല്ലാം എന്താണ് ഓരോ ഫുഡ് വാട്ടർ അങ്ങനത്തെ സാധനങ്ങളിൽ എത്തിക്കാൻ ഈ ക്യാനൺ ഉപയോഗിച്ചിട്ട്, അതായത് ഇവിടെ നിൽക്കുന്ന ആൾക്ക് എന്താ നേരെ ഇത് ഇറങ്ങി പോകാനൊന്നും പറ്റുമെന്നില്ല. ഇവിടുന്ന് നേരെ എന്ത് ചെയ്യും, ഇവിടെ ഇയാൾ ഫ്രണ്ട്സ് ക്യാനൺ പീരങ്കി ഉപയോഗിച്ചിട്ട് ഇയാൾക്ക് സപ്ലൈസ് ഇങ്ങനെ എത്തിച്ചു കൊടുക്കും. അപ്പോൾ ദ ക്യാനൺ ഇസ് ലൊക്കേറ്റഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 800 മീറ്റർ ഓൺ ദ ഫുട്ട് ഓഫ് ദ ഹില്ല്. അപ്പോൾ അതെന്താണ്, ഇതിപ്പോൾ ഹില്ല്, ഈ ഹില്ലിൽ നിന്ന് ഒരു 800 മീറ്റർ ഇങ്ങോട്ടേക്ക് ആയിട്ടാണ് നമ്മൾ ഏത് ഹില്ലത് നമ്മളെ ഈ പറഞ്ഞ നമ്മളെ പീരങ്കി ഇല്ലത്. പീരങ്കി അപ്പോൾ ഇവിടുന്ന് ഫയർ ചെയ്തിട്ട് ഇങ്ങനെ എത്തുന്നത് ഒരു പാരബോളിങ്ങൾ ഇങ്ങനെ, ഇത് ഇങ്ങനെ പോയിട്ട് പാരബോൾ അസ്യൂം ചെയ്യാം. ഇറ്റ് ഈസ് മൂവ്ഡ് ഓൺ ദ ഗ്രൗണ്ട് അറ്റ് എ സ്പീഡ് ഓഫ് 2 മീറ്റർ പെർ സെക്കൻഡ് ആൻഡ് ക്യാൻ ബി അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ ചലിപ്പിക്കാൻ പറ്റും. അതായത് ഇതിന് നമ്മൾ ടയറെല്ലാം ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ നമുക്ക് എത്ര മീറ്റർ പെർ സെക്കൻഡിലല്ല എത്ര സ്പീഡിൽ ചലിപ്പിക്കാൻ പറ്റും, 2 മീറ്റർ പെർ സെക്കൻഡിന് കുഞ്ഞ് സ്പീഡിൽ നമുക്ക് ഇതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. ആക്ച്വലി നടക്കുന്ന ഡിസ്റ്റൻസാണ് ഈ 2 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്നത്, ഒരു ആവറേജ് ആയിട്ട് പറയുകയാണെങ്കിൽ. സോ ദാറ്റ് ഇറ്റ്സ് ഡിസ്റ്റൻസ് ഫ്രം ദ ഹിൽ ക്യാൻ ബി അഡ്ജസ്റ്റഡ്. അപ്പോൾ എന്താ അതായത് ഇവിടെ എത്തിക്കണ്ടെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, കുറച്ചും കൂടി ബാക്കോട്ട് നിൽക്കേണ്ടി വരും. പക്ഷേ കുറച്ചും കൂടി ഇങ്ങോട്ടേക്ക് എത്തിക്കണ്ടെങ്കിലോ അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, കുറച്ചും കൂടി മുന്നോട്ടേക്ക് വരേണ്ടി വരും. അപ്പോൾ മുന്നോട്ടേക്ക് വന്നിട്ട് ഇങ്ങനെ എത്തിക്കുക. അതേപോലെ ഇവിടെ ബാക്കോട്ടേക്ക് ഇവിടെ ഈ പറഞ്ഞ ലോസ് പോയിന്റ് എത്തിക്കണമെങ്കിൽ കുറച്ചും കൂടി ബാക്കോട്ട് വന്നിട്ട് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇവിടെ എത്തും. പക്ഷേ ഇവിടെയാണ് വേണ്ടെങ്കിൽ, ഇവിടെയെല്ലാം വേണ്ടെങ്കിൽ കുറച്ചും കൂടി മുന്നോട്ട് വന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടുന്ന് ഫയർ ചെയ്തിട്ട് ഇവിടെ എത്തിക്കുക. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിതിൻ്റെ സ്പീഡ് അല്ലെങ്കിൽ ഇതിൻ്റെ ഡിസ്റ്റൻസ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. എത്ര മീറ്റർ പെർ സെക്കൻഡ് വെച്ചിട്ട്, നമ്മൾ 2 മീറ്റർ പെർ സെക്കൻഡ് വെച്ചിട്ട്. വാട്ട് ഈസ് ദ ഷോർട്ടസ്റ്റ് ടൈം ഇൻ വിച്ച് എ പാക്കറ്റ് ക്യാൻ റീച്ച് ഓൺ ദ ഗ്രൗണ്ട് അക്രോസ് ദ ഹിൽ. വാട്ട് ഈസ് ദ ഷോർട്ടസ്റ്റ് ടൈം, എത്ര ഷോർട്ടസ്റ്റ് ടൈം കണ്ടുപിടിക്കേണ്ടത് ഇൻ വിച്ച് എ പാക്കറ്റ് ക്യാൻ റീച്ച് ഓൺ ദ ഗ്രൗണ്ട് അക്രോസ് ദ ഹില്ല്, ക്യാൻ റീച്ച് ഓൺ ദ ഗ്രൗണ്ട് അക്രോസ് ദ ഹിൽ. അപ്പോൾ അത് കണ്ടുപിടിക്കണം. എൻ്റെ മോനെ നല്ല കിളിവാർപ്പിക്കുന്ന ചോദ്യം ഇത്. എൻ്റെ ഇതിൽ കുറേ എന്താണ് നമ്മുടെ ഒരു കൺസ്ട്രെയിൻഡ് മോഷൻ എടുക്കേണ്ട ഒരു സ്ഥിതിയായത്. നമുക്ക് നോക്കി നോക്കാം. ഗിവൺ ഹൈറ്റ് ഓഫ് ദ ഹിൽ h = 500 മീറ്റർ, പിന്നെ നമ്മൾ വെലോസിറ്റി u = 125 മീറ്റർ പെർ സെക്കൻഡ്. ഒരു കാര്യം ചെയ്യുക, ടു ക്രോസ് ദ ഹിൽ ദ വെർട്ടിക്കൽ കോമ്പോണൻറ്റ് ദ വെലോസിറ്റി ഷുഡ് ബി സഫീഷ്യൻറ്റ് ടു ക്രോസ് സച്ച് ഹൈറ്റ്. അതായത് ഈ പറയുന്ന ഇതിൻ്റെ വെർട്ടിക്കൽ ഹൈറ്റിനെ മറികടക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഏതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത്, അതിൻ്റെ വെർട്ടിക്കൽ വെലോസിറ്റി. അതായത് vy എന്താണ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, കാരണം ഇതിൽ ലെസ് ദാൻ ആയിക്കഴിഞ്ഞാൽ ചെയ്യുന്ന പ്രശ്നം ഇയാൾക്ക് അതായത് h ഈ ഹൈറ്റിനെക്കാട്ട് ചെറുതായി കഴിഞ്ഞാൽ ഈ വെലോസിറ്റിയിൽ അയാൾക്ക് കടക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയാലും കുഴപ്പമില്ല, പക്ഷേ ഗ്രേറ്റർ ദാനും ആവണം. ഐ മീൻ അങ്ങനെയല്ല, ഈക്വൽ ടു ആവാം അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ആവണം. എന്നാൽ ആ വെലോസിറ്റിയിൽ ഫയർ ചെയ്താൽ മാത്രം, പ്രൊജക്റ്റ് ചെയ്താൽ മാത്രമേ നമ്മളെ എന്താ ചെയ്യും സപ്ലൈ ചെയ്യാൻ എത്തും. അപ്പോൾ ഇതാ uy എന്താണ് ഇത് ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ √2gh, അതായത് നമ്മൾ v² = u² + 2as. അപ്പോൾ എന്താ നമുക്കറിയാം ഈ എന്താണ് ഇനീഷ്യൽ വെലോസിറ്റി നമുക്ക് 0 ആയിട്ട് കാണിക്കുക. അപ്പോൾ v² = 2g ആണ്. അപ്പോൾ എന്താ a എന്ന് പറയുമ്പോൾ g ആണ്, അപ്പോൾ s എന്ന് പറയുമ്പോൾ h. അപ്പോൾ v = √2gh ആണ് വെലോസിറ്റി. അപ്പോൾ വെലോസിറ്റി എന്ന് പറയുന്നത് ഒന്നിക്കൽ ഈക്വൽ ടു, ഇത് ഈക്വൽ ടു കണ്ടീഷൻ അല്ലെങ്കിൽ എന്തായിരിക്കണം, അതിനെക്കാട്ടും ഗ്രേറ്റർ ആയിരിക്കണം. അപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ഇൻറ്റു g ഇവിടെ 10 എടുക്കാൻ പാടില്ല. അപ്പോൾ 10 ഇൻറ്റു h എന്ന് പറയുന്നത് എത്ര, 500 മീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ എന്താ 2 ഇൻറ്റു 10 എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ എത്രയാണ് വരിക, 20 വരും. 20 ഇൻറ്റു 500 എത്രയാണ്, √1000. √1000 നമുക്കറിയാം എന്താണ് ഈ പറഞ്ഞ 100ൻ്റെ സ്ക്വയർ റൂട്ട് അല്ല സ്ക്വയർ ആണ്. അപ്പോൾ എന്താ ഈ പറഞ്ഞാൽ നമുക്ക് നോക്കാം. അപ്പോൾ 100ൻ്റെ സ്ക്വയർ എടുക്കുമ്പോഴാണല്ലോ 1000 കിട്ടുന്നത്. അപ്പോൾ എന്താ u² = അപ്പോൾ ഇത് നമുക്ക് കിട്ടി uy is greater than or equal to 100 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ 100 മീറ്റർ പെർ സെക്കൻഡിൽ മിനിമം എന്ത് ചെയ്യണം, ഈ പറഞ്ഞ വെലോസിറ്റി നമ്മൾ കൊടുക്കണം. അപ്പോൾ u² = ux²+, അതായത് നമ്മളെ വെലോസിറ്റീൻ്റെ കോമ്പോണൻസ് എന്ന് പറയുന്നത് x²ൻ്റെ x കോമ്പോണൻറ്റിൻ്റെ അതിൻ്റെ സ്ക്വയർ പ്ലസ് y കോമ്പോണൻറ്റിൻ്റെ സ്ക്വയർ. അപ്പോൾ ബട്ട് ഹൊറിസോണ്ടൽ കോമ്പോണൻ്റ് ഓഫ് ഇനീഷ്യൽ വെലോസിറ്റി ux എത്ര വന്നിട്ടുണ്ട്, അല്ല ux നമുക്കറിയില്ല, കണ്ടുപിടിക്കണം. അപ്പോൾ ux = എന്താണ് ഇതെന്ന് ഒരു കാര്യം ചെയ്യുക, ഈ പറഞ്ഞ u² ഈ uy² അപ്പുറത്തേക്ക് പറഞ്ഞേക്കാം -uy². അപ്പോൾ അതായത് ഇത് സ്ക്വയർ ആണ്. അപ്പോൾ ux കിട്ടണമെങ്കിൽ ഇതിൻ്റെ റൂട്ട് എടുക്കുക, u² - uy². അപ്പോൾ u² എന്ന് പറയുന്നത് എന്താ, ഈ പറഞ്ഞ ഏതിൻ്റെ സ്പീഡ്
നമ്മളെ ക്യാനൻ്റെ സ്പീഡ്, അതാണ് ആ ക്യാനൻ്റെ സ്പീഡ് 125 മീറ്റർ പെർ സെക്കൻഡ്, അതിൻ്റെ സ്ക്വയർ മൈനസ് യു വൈ സ്ക്വയർ നമ്മളിപ്പം കണ്ടുപിടിച്ച് മറ്റേ 100, ഇപ്പോൾ ഈ 100 സ്ക്വയർ. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഇത് അധികം കഷ്ടപ്പെടാൻ നിൽക്കുന്നുണ്ട്. റൂട്ട് എടുക്കുക, 125 എടുക്കുക, അതിൻ്റെ സ്ക്വയർ എടുക്കുക, മൈനസ് 100 എടുക്കുക, അതിൻ്റെ സ്ക്വയർ എടുക്കുക. സെയിം ആൻസർ നിങ്ങൾക്ക് ഫൈനലി 75 മീറ്റർ പെർ വരിക. അതായത് 75 സ്ക്വയർ ആയിരിക്കും ഇതിൽ വരിക. അത് നിങ്ങൾക്ക് അതെങ്ങനെയാണ് ചെയ്യുക? ഇപ്പോൾ ഇത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അല്ല. അപ്പോൾ 125 പ്ലസ് 100 ഇൻറ്റു 125 മൈനസ് 100. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് വരിക? 125 മൈനസ് 100 എന്ന് പറയുമ്പോൾ അതെന്തായാലും 25 വരും. ഇൻറ്റു എന്താ 125 പ്ലസ് 100 എന്ന് പറയുന്നത് 225. ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ 75ൻ്റെ സ്ക്വയർ ആയിരിക്കും കിട്ടും. 75ൻ്റെ സ്ക്വയർ എനിക്ക് ആക്ച്വലി എത്ര വാല്യൂ നമുക്ക് അറിയില്ല. പക്ഷേ എന്താ 75ൻ്റെ സ്ക്വയർ, അപ്പോൾ 75ൻ്റെ സ്ക്വയർ, അപ്പോൾ റൂട്ടും സ്ക്വയർ ക്യാൻസൽ 75 മീറ്റർ പെർ സെക്കൻഡ്. ഇതൊന്നും നിങ്ങൾ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ വെറുതെ ഇങ്ങനെ കാണിച്ചേ, കാൽക്കുലേറ്റർ എടുക്കുക ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടി 75 മീറ്റർ പെർ സെക്കൻഡ്. ടൈം ടേക്കൺ ടു റീച്ച് ദ ടോപ്പ് ഓഫ് ദ ഹിൽ. നമുക്ക് അറിയുന്ന ഒരു ഇക്വേഷൻ ടി = റൂട്ട് ഓഫ് 2h/g. അപ്പോൾ റൂട്ട് ഓഫ് 2 ഇൻറ്റു എന്താ എച്ച് എന്ന് പറയുമ്പോൾ 100 ഡിവൈഡഡ് ബൈ g 10. അപ്പോൾ ഇത് കട്ട് ക്യാൻസൽ. 2 × 50 എന്ന് പറയുമ്പോൾ 100, റൂട്ട് 100 = 10 സെക്കൻഡ്. ഇതല്ലേ നമുക്ക് വേണ്ട ടൈം. ഇത് എന്താ ജസ്റ്റ് ഒരു എന്താണ് നമ്മൾ ഒരു പാർട്ട് മാത്രം, ടൈമിൻ്റെ ഒരു പാർട്ട് നമ്മൾ കണ്ടുപിടിച്ചല്ലോ. ടൈം ടേക്കൺ ടു റീച്ച് ദ ഗ്രൗണ്ട് ഫ്രം ദ ടോപ്പ് ഓഫ് ദ ഹിൽ T' = T = 10 സെക്കൻഡ്. നമുക്ക് അതിനൊരു T' എന്ന് പറഞ്ഞൊരു പേര് കൊടുക്കുക. അത് ടൈം ടേക്കൺ ടു റീച്ച് ദ ഗ്രൗണ്ട് ഫ്രം ടോപ്പ് ഓഫ് ദ ഹിൽ. ഈ ടോപ്പിൽ നിന്ന് ബോട്ടമിലേക്ക് എത്താൻ എന്താണ് എടുക്കുന്ന ടൈമാണ് 10 സെക്കൻഡ്. അടുത്തത് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 10 സെക്കൻഡ്. അത് കണ്ടുപിടിക്കണം. എത്ര ഇയാൾ ഇവിടുത്തെ വരെ വെർട്ടിക്കൽ 10 സെക്കൻഡ് ആണെന്ന് മനസ്സിലായി. പക്ഷേ ഇയാൾ എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തെന്ന് അറിയണമല്ലോ. അപ്പോൾ x = ux × t, അതായത് വെലോസിറ്റി ഇൻറ്റു ടൈം. കാരണം ഹൊറിസോണ്ടൽ ആകുമ്പോൾ ഹൊറിസോണ്ടൽ വെലോസിറ്റി പിന്നെ ഇൻറ്റു ടൈം. ഹൊറിസോണ്ടൽ വെലോസിറ്റി ux എത്ര കിട്ടി നമുക്ക്? ഈ പറഞ്ഞ 75 മീറ്റർ പെർ സെക്കൻഡ് ഇൻറ്റു ടൈം 10 സെക്കൻഡ് ഒരു 750 മീറ്റർ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്, ഇത്ര ഡിസ്റ്റൻസ്. അടുത്തത് ഡിസ്റ്റൻസ് ത്രൂ വിച്ച് ക്യാനൺ ഹാസ് ടു ബി മൂവ്ഡ്. അപ്പോൾ 800 മീറ്റർ എന്താണ് ആണല്ലോ, 800 മീറ്റർ എന്നാണ് അയാളില്ലത്. പിന്നെ ഇത് പറയുന്നത് ഈ പറഞ്ഞ 750 മീറ്ററിലാണ് ഈ ടോപ്പ് ഓഫ് ദ ഹിൽ എന്ന ഗ്രൗണ്ടിലേക്ക്. അപ്പോൾ 800 750 മൈനസ് ചെയ്യുക, അപ്പോൾ 50 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. അതേപോലെ സ്പീഡ് വിത്ത് വിച്ച് ദ ക്യാനൺ ക്യാൻ മൂവ് എത്ര വന്നിട്ടുണ്ട്? 2 മീറ്റർ പെർ സെക്കൻഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഈ 50 മീറ്ററും അതായത് ഈ ഡിസ്റ്റൻസും ഈ മറ്റേ സെക്കൻഡും വെച്ചിട്ട് നമുക്ക് ടൈം കണ്ടുപിടിക്കാം. അപ്പോൾ ടൈം = x, അതായത് ഡിസ്റ്റൻസ് ബൈ ഈ പറഞ്ഞെന്താ വെലോസിറ്റി. അപ്പോൾ എന്താ 50/2 = T∬. ഈ T∬, ഇത് മറ്റേ ക്യാനൻ്റെ സ്പീഡിൻ്റെ ടൈം. T∬ = 25 സെക്കൻഡ്. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ചെയ്യേണ്ടത്? ടോട്ടൽ ടൈം ടേക്കൺ ബൈ ദ പാക്കറ്റ് ടു റീച്ച് ഓൺ ദ ഗ്രൗണ്ട്. അപ്പോൾ എന്തെങ്കിലും ആഡ് ചെയ്യണം? ടൈം T ആഡ് ചെയ്യണം, T' ആഡ് ചെയ്യണം, T∬ ആഡ് ചെയ്യണം. അപ്പോൾ T∬, ആക്ച്വലി ഡബിൾ ഡാഷ് എന്നൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. T ക്യാനൺ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് കൊടുത്താൽ മതി. പിന്നെ ഇവർ എല്ലാം ഒരേപോലെ ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഒരു എന്താണ് ഒരു ഡിസ്റ്റിങ്ഷൻ കൊടുത്തിയാൽ. T∬, 25 സെക്കൻഡ്. T എന്ന് പറയുന്നത് എത്രയാണ്? ഈ പറഞ്ഞ 10 സെക്കൻഡ്. അത് നമുക്ക് T', അപ്പോൾ T'-ഉം T-യും ഈക്വലാണ്. അപ്പോൾ എന്താ 10 + 10, അപ്പോൾ 25 + 10 + 10 എന്ന് പറയുന്നത് എന്താ? ഇത് എന്നാലും 20 + 25 45 സെക്കൻഡ്. അത്രയും ഡേഞ്ചറസ് ക്വസ്റ്റ്യൻ ഇത് പറ്റുന്ന ആൾക്കാർ എന്ത് ചെയ്യുക? ഈ ക്വസ്റ്റിന് മര്യാദയ്ക്ക് എന്ത് ചെയ്യുക? ഞാൻ പറഞ്ഞ മെത്തേഡിൽ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്കിത് വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നുവാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഞങ്ങൾ സ്കിപ്പ് അടിച്ചാലോ. ഇത് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അതിനെപ്പറ്റി അധികം തലവുണ്ടാക്കാക്കേണ്ട ആവശ്യമില്ല. ഞാൻ പക്ഷേ പറഞ്ഞല്ലോ, നമ്മൾ എല്ലാ കാറ്റഗറിയിലുള്ള ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ നല്ലൊരു കോൺഫിഡൻസിലേക്ക് എത്തുന്നത്. അല്ലാണ്ട് എളുപ്പത്തിൽ LKG ലെവൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളാ ഒരു നോളജ് വർദ്ധിക്കുമല്ലോ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ എന്താ നമുക്ക് ആ ഒരു ഫിസിക്സിനോടുള്ള ഒരു താല്പര്യം കൂടും. അതുകൊണ്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യുന്നത്. കാരണം വളരെ ഡേഞ്ചറസ് ആണ്. A+++, എത്ര പ്ലസ് വേണമെങ്കിലും ഇടുക, ഞാൻ എന്താ ചെയ്യുക, അത്രയും വലിയ ക്വസ്റ്റ്യൻ ആയത്. അപ്പോൾ ഇത് പറ്റുന്ന ആൾക്കാരെല്ലാം എന്ത് ചെയ്യുക? ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അതോടുകൂടി എന്താ നമ്മൾ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യുക? ഇനി ഞാൻ ലോസ് ഓഫ് മോഷൻ വെച്ചിട്ടായിരിക്കും ഇനി അടുത്ത ഇതിൽ വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ തൽക്കാലത്തേക്ക് ഗുഡ് ബൈ ഫോർ ദിസ് ചാപ്റ്റർ.